ഹലോ, നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് ഏറ്റവും എളുപ്പത്തിൽ എന്നാൽ സ്വാദോടെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബനാന മഫിൻ്റെയാണ് കേട്ടോ. നിങ്ങൾ പഞ്ചസാര പൊടിക്കുകയോ ഒന്നും വേണ്ട, വളരെ പെട്ടെന്ന് ഇത് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അപ്പം നമുക്ക് ബനാന മഫിൻ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാമേ. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് മൈദയാണ്. അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു 3 പ്രാവശ്യം നന്നായിട്ട് ഇടഞ്ഞ് ആദ്യം അങ്ങ് മാറ്റി വയ്ക്കണേ. ഞാനിവിടെ ഒരു പ്രാവശ്യം ഇടയുന്നതേ കാണിക്കുന്നുള്ളൂ, നിങ്ങൾക്ക് സമയം പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. 3 പ്രാവശ്യം ഇടഞ്ഞ് അത് ആദ്യം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിന് വേണ്ട മറ്റ് സാധനങ്ങൾ എടുക്കാം. നമുക്കിനിയും വേണ്ടത് വെജിറ്റബിൾ ഓയിലാണ് വേണ്ടത്. ഞാൻ 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ, സൺഫ്ലവർ ഓയിലും 2 ടേബിൾ സ്പൂൺ ഉരുക്കിയ ബട്ടറും എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ 3 ടേബിൾ സ്പൂൺ പാൽ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ എടുക്കുന്നത് ഇപ്പോൾ പഞ്ചസാരയാണ് എടുക്കുന്നത്. 3 ടേബിൾ സ്പൂൺ സാധാരണ പഞ്ചസാരയും 3 ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗറുമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ബ്രൗൺ ഷുഗർ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് മൊത്തമായിട്ട് 6 ടേബിൾ സ്പൂൺ അങ്ങ് എടുത്താലും മതി. ഇപ്പം നമ്മൾ മൊത്തം എടുത്തിരിക്കുന്നത് 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയല്ലേ, അപ്പം മധുരം കുറച്ച് കുറവാണ്, അത്യാവശ്യത്തിനുള്ള മധുരമുള്ളൂ. അപ്പം നിങ്ങൾക്ക് ചെയ്യാവുന്നത് 1/2 കപ്പ് പഞ്ചസാര അങ്ങ് എടുത്താൽ കറക്റ്റായിട്ടുള്ള മധുരമായിരിക്കും. ഇപ്പം ഞാനൊരു സിലിക്കോൺ മോൾഡാണ് എടുത്തിരിക്കുന്നത്, മഫിനുള്ള മോൾഡ്. അതിലോട്ട് ഞാനൊരു ഇച്ചിരി ബട്ടർ പുരട്ടുകയാണേ. ബട്ടർ പുരട്ടി കഴിഞ്ഞിട്ട് അതിന് മുകളിലോട്ട് ഞാൻ കുറച്ച് മൈദയുടെ പൊടിയും കൂടി ഇട്ട് ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് നന്നായിട്ട് പഴുത്ത സാമാന്യം വലിപ്പമുള്ള 2 റോബസ്റ്റ പഴമാണ്. അത് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് ഫോർക്ക് കൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പൊട്ടറ്റോ ഒക്കെ മാഷ് ചെയ്യുന്ന ആ ഒരു സാധനം കയ്യിലുണ്ടെങ്കിൽ അതുകൊണ്ട് മാഷ് ചെയ്താൽ മതി. പക്ഷേ എനിക്ക് ഇതെപ്പോഴും പൊട്ടറ്റോ മാഷ് ചെയ്യുന്നത് കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വല്ലാതെ അങ്ങ് ഉടഞ്ഞു പോകും. ഫോർക്ക് കൊണ്ടാവുമ്പോൾ നമുക്കതിനകത്ത് കുറച്ച് കട്ടകളും കൂടെ കിട്ടും. ഒരുപാട് വലിയ പഴത്തിൻ്റെ പീസസ് വരാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ചെറിയ പഴത്തിൻ്റെ പീസ് ഉടയാതെ കിടന്നാലും ഒരു കുഴപ്പവുമില്ല. ഇനി ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ നിങ്ങൾ പോയി ഒന്ന് നോക്കണേ. ഒരുപാട് നല്ല നല്ല റെസിപ്പികളുണ്ട് കേട്ടോ, നിങ്ങൾക്കത് പ്രയോജനം ചെയ്യാതിരിക്കത്തില്ല. ഇപ്പോൾ നമ്മൾ ആ പഴം ഉടച്ചതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് ചേർക്കാനുള്ളത് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരുന്ന ബട്ടർ ഉണ്ടല്ലോ, അത് ഒട്ടും ചൂട് കാണരുത് കേട്ടോ. ആ ചൂട് പോയി കഴിയുമ്പോൾ അതും അതിനകത്തോട്ട് ചേർത്തു മിക്സ് ചെയ്തു. അങ്ങനെ ഓരോന്നായിട്ട് ചേർത്ത് ഇതിനകത്ത് അങ്ങ് മിക്സ് ചെയ്യാനുള്ളതേ ഉള്ളൂ. ഒന്നും പൊടിക്കാനോ ഒന്നുമില്ല, ഏറ്റവും എളുപ്പത്തിലുണ്ടാക്കാം. ഇപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരുന്ന പഞ്ചസാരയും എല്ലാം കൂടെ മിക്സ് ചെയ്തു. നിങ്ങൾ ബ്രൗൺ ഷുഗർ ഇല്ലയെന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഉണ്ടാക്കാതിരിക്കരുതേ. ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ടങ്ങ് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അത് തരിയായിട്ടുള്ള പഞ്ചസാര, പൊടിക്കൊന്നും വേണ്ട. ഇനി നമുക്കതിനകത്ത് ചേർത്ത് കൊടുക്കാനുള്ളത് പാലാണ്. 3 ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറിലുള്ള പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയും പാലും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തോന്നി ആ ബോൾ തീരെ ചെറുതാണെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ബോൾ ഒന്ന് മാറ്റുന്നുണ്ട്. അതിലോട്ട് ആദ്യം മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട്, അങ്ങനെ വേണമെന്നില്ല, ഇതിനകത്തോട്ട് തന്നെ മുട്ട പൊട്ടിച്ചൊഴിച്ച് ഇതുപോലെ മിക്സ് ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ബോൾ ചെറുതായി പോയതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഇപ്പം ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ ഗ്രാമ്പൂവിൻ്റെ പൊടിയും 1/2 ടീസ്പൂൺ വാനില എസൻസുമാണ്. ഗ്രാമ്പൂവിൻ്റെ പൊടിയൊന്നും എവിടെയെങ്കിലും ഇങ്ങനെ ഒരു കട്ടയായിട്ട് കിടക്കാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. ആ വിസ്കിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലായിടത്തും ഒരുപോലെ ആയിക്കോളും. ഇപ്പോൾ ഞാൻ ബോൾ മാറ്റി അതിലോട്ട് ഒരു മുട്ടയും പൊട്ടിച്ചൊഴിച്ച് മറ്റേ ആ പാത്രത്തിൽ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരുന്നല്ലോ അതെല്ലാം കൂടെ ഇതിലോട്ടാക്കി ഒന്നിച്ചൊന്ന് മിക്സ് ചെയ്യണേ. ഈ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട്, ഈ ഒരു മഫിൻ ഉണ്ടാക്കാനായിട്ട് നമുക്ക് എഗ് ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ഒരു വിസ്കും ഒരു റബ്ബർ സ്പാച്ചുലയും ഉണ്ടെങ്കിൽ നമുക്ക് ഈ മഫിൻ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ബാക്കിയെല്ലാം നന്നായിട്ട് ഒന്നിച്ചാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പൊടി കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഈ വിസ്ക് കൊണ്ട് പെതുക്കെ നമുക്ക് യോജിപ്പിക്കാം. ഒരു 3-4 പ്രാവശ്യമായിട്ട് വേണം നമ്മൾ ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാൻ ഈ മഫിനകത്തോട്ട് ചേർക്കാനായിട്ട് കുറച്ച് വാൾനട്ട്സ് കൊച്ചായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 1/4 കപ്പ് വാൾനട്ട്സ്. നിങ്ങൾക്ക് ഇതിന് പകരം വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ മിൽക്ക് ചോക്ലേറ്റിൻ്റെയോ ഡാർക്ക് ചോക്ലേറ്റിൻ്റെയോ ചിപ്സ് ഇടാം. അത് വളരെ നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ലതാണ് ഈ വാൾനട്ട്സ് ഇടുന്നതും. എൻ്റെ കയ്യിൽ ചോക്ലേറ്റ് ചിപ്പ് സ്റ്റോക്ക് ഇല്ലാതിരുന്നത് കൊണ്ടാണ് ഞാൻ വാൾനട്ട്സ് മാത്രം ഇട്ടത്. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് വാൾനട്ട്സും കുറച്ച് ചോക്ലേറ്റ് ചിപ്പും കൂടി ഇട്ടേനെ.
ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മൾ വിസ്കിട്ട് എത്ര നന്നായിട്ട് മിക്സ് ചെയ്താലും നമ്മുടെ റബ്ബർ സ്പാച്ചുല ഇട്ടിട്ടും അതിൻ്റെ സൈഡായാലും ബോളിൻ്റെ അടിഭാഗമൊക്കെ ആയാലും നന്നായിട്ട് വടിച്ചെടുക്കണം. നമുക്കറിയില്ല, ചിലപ്പം ചെറിയൊരു കട്ടയുടെ ഒരു പൊടിയുടെ ഒരു കട്ട അടിയിൽ വെല്ലവും പോയി പറ്റി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പം ഈ വിസ്ക് കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്രയ്ക്കും അങ്ങ് ആയിക്കോളം എന്നില്ല. അതുകൊണ്ട് നമ്മളൊന്ന് ഉറപ്പ് വരുത്താനായിട്ട് ആ സ്പാച്ചുല യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഇപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വാൾനട്ട്സ് ഇടാം. ഞാൻ പറഞ്ഞല്ലോ, ഒരു 1/4 കപ്പ് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത വാൾനട്ട്സാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. വാൾനട്ട്സ് കൂടെ ചേർത്ത് എല്ലായിടത്തും ഒരുപോലെ ആവുന്ന രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ സിലിക്കോൺ മോൾഡിലോട്ട് അത് ഫില്ല് ചെയ്യാമേ. നമ്മുടെ സിലിക്കോൺ മോൾഡിൽ മൈദ നന്നായിട്ടിട്ട് ഡസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ മൈദ ഒരിടത്ത് ഇങ്ങനെ ഇട്ടിട്ട് എല്ലായിടത്തും നന്നായിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ആ സൈഡിലോട്ടൊക്കെ ആവശ്യത്തിൽ കൂടുതലിരുന്നത് മാത്രം ഞാനൊന്ന് തുടച്ച് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് അതിലോട്ട് ഫില്ല് ചെയ്യാം. ഫില്ല് ചെയ്ത് കഴിഞ്ഞു. അവിടെ ഞാൻ ക്യാമറ ഓണാക്കാൻ മറന്നുപോയതാണ് കേട്ടോ. അത് ഞാൻ ചെയ്തത് 1/4 കപ്പിൻ്റെ അളവ് കപ്പുണ്ടല്ലോ, അതിലെടുത്തിട്ട് എല്ലാം ഒരുപോലെ അങ്ങ് ഒഴിക്കുകയായിരുന്നു. ഈ ഒരളവിൽ എനിക്ക് മഫിൻ ഉണ്ടാക്കിയപ്പോൾ 8 സാമാന്യം വലിപ്പമുള്ള മഫിനാണ് കിട്ടിയത് കേട്ടോ. ഇത് തീരെ ചെറുതല്ല. കുറച്ചൊരു ചെറുതാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 10-12 മഫിനെങ്കിലും കിട്ടുമേ. ഇപ്പോൾ സ്ക്വയർ ഇട്ട് ഞാനൊന്ന് കുത്തി നോക്കിയപ്പം ഇച്ചിരി പോലും സ്ക്വയറിലൊന്നും പറ്റിപ്പിടിക്കുന്നില്ല. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാലോ അല്ലേ, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാനിത് അറേഞ്ച് ചെയ്യുന്ന കൂട്ടത്തിൽ ഒരെണ്ണം ഞാൻ കയ്യിലെടുത്ത് നിങ്ങളെ അതിൻ്റെ സോഫ്റ്റ്നെസ് ഒന്ന് കാണിക്കാം. അതുപോലെ തന്നെ അവസാനം ഒരു മഫിൻ ഞാനൊന്ന് മുറിച്ചും കാണിക്കാം കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ അറിയാമല്ലോ, നല്ല പഞ്ഞി പോലത്തെ മഫിനാണ്, നല്ല ടേസ്റ്റുമാണ്. പഞ്ചസാരയുടെ അളവ് മാത്രം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കൂട്ടിക്കൊടുക്കുന്നത് നല്ലതായിരിക്കുമേ. ഞാൻ പറഞ്ഞതുപോലെ 1/2 കപ്പ് ചേർക്കുന്നതായിരിക്കും നല്ലത്. ഇവിടെ മധുരം കുറവ് മതി എന്നുള്ളത് കൊണ്ടാണ് 6 ടേബിൾ സ്പൂൺ ചേർത്തത്. 6 ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ 1/4 കപ്പും 2 ടേബിൾ സ്പൂണും കൂടാണ് കേട്ടോ. ഇനി ഒരു മഫിൻ എടുത്ത് നിങ്ങളെ ഒന്ന് മുറിച്ച് കാണിക്കാമേ. ആ മഫിൻ്റെ അകം കാണുമ്പോൾ നിങ്ങൾക്കറിയാം, ഒരിച്ചിരി പോലും വേവാനില്ല, നന്നായിട്ട് ബേക്ക്ഡ് ആയിട്ടുണ്ട്. നമ്മുടെ കൊച്ചു കൊച്ചു വാൾനട്ട്സിൻ്റെ പീസസ് എല്ലാമായിട്ട് നല്ല സോഫ്റ്റുമാണ് കേട്ടോ. അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക്